കൂട്ടുകാരെല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വീട്ടമ്മമാർക്കൊക്കെ അടുക്കളയിൽ ജോലി എളുപ്പമാക്കാനുള്ള 1-2 ടിപ്പുകൾ പറയാം കേട്ടോ. മെയിനായിട്ട് നമുക്ക് ഉള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞെടുക്കാനാണ് സമയം കൂടുതലാവുക. ചിക്കൻ കറിയോ അല്ലെങ്കിൽ ബിരിയാണിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ കൂടുതൽ ഉള്ളികളൊക്കെ നമുക്ക് ആവശ്യം വരും. പിന്നെ ഒരു ഉള്ളിക്കറി വെക്കണമെങ്കിലും ഒക്കെ ചെറിയ ഉള്ളികളുടെ ആവശ്യം കൂടുതലാണ് അല്ലേ, വെളുത്തുള്ളിയൊക്കെ. അപ്പോൾ ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കാൻ കുറേ സമയം എടുക്കില്ലേ. അത് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാവുന്ന രീതിയിൽ എങ്ങനെയാണ് ചെയ്തു വെക്കാമെന്ന് നോക്കാം കേട്ടോ. ചെറിയുള്ളി നമുക്ക് തോല് കളയാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. എത്ര വേണമെങ്കിലും എടുത്തിട്ട് നമുക്ക് ഇതേപോലെ തോല് കളഞ്ഞ് സ്റ്റോർ ചെയ്തെടുത്ത് വെക്കാം. ഞാനിവിടെ കുറച്ച് മാത്രം എടുത്ത് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. അതിലേക്ക് പച്ചവെള്ളം മുങ്ങിക്കിടക്കുന്നതിൻ്റെ കുറച്ച് മേളിലായിട്ട് ഉള്ളി നന്നായിട്ടൊന്ന് മുങ്ങി വരണം, അത്രയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇതേപോലെ എന്നിട്ടൊരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വെളുത്തുള്ളിയുടെ തോല് കളയാം. കുറച്ച് കട്ടി കൂടുതലുള്ളതാണ്, തോലൊക്കെ കളഞ്ഞെടുക്കാൻ കുറച്ച് സമയം എടുക്കും. വളരെ ചെറുതുമാണ് കേട്ടോ. പണ്ടൊക്കെ വെളുത്തുള്ളി ഇതേപോലെ അല്ലിയാക്കി എടുത്തിട്ട് മുറത്തിലൊക്കെ എണ്ണയൊക്കെ പുരട്ടി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് തോല് കളഞ്ഞെടുക്കും. ഇപ്പോൾ വെയിലില്ലെങ്കിലും നമുക്ക് ഉള്ളിയുടെ ആവശ്യമല്ലേ. അപ്പോൾ എന്താ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം ഇതേപോലെ വെളുത്തുള്ളിയുടെ മേലെ ഒന്ന് തട്ടിയിട്ട് അതിൻ്റെ അല്ലികളൊക്കെ ഒന്ന് വിടർത്തിയെടുക്കാം. വളരെ എളുപ്പമാണ്. കുറേ തോടൊക്കെ അപ്പം തന്നെ പോകുന്നുണ്ട് അല്ലേ. എൻ്റെ ഉൾഭാഗത്തെ കോല് പോലുള്ളതൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതേപോലെ അല്ലികളാക്കി എടുത്തു വെച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുത്ത് വെക്കാം കേട്ടോ. വളരെ ചെറുതാണ്, അതുവരെ നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ആക്കി എടുക്കാം. ആദ്യം നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ചെറിയ ചൂടുവെള്ളം, അധികം ചൂടുള്ളതൊന്നും വേണ്ട, ചെറിയ ചൂടുവെള്ളമാണ് വെളുത്തുള്ളിയിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഈ തോലിന് കട്ടി കൂടുതലാണ്, കുറച്ച് കുതിർന്ന് കിട്ടാൻ സമയമെടുക്കും. അതുകൊണ്ടാണ് കേട്ടോ. നല്ല ചൂടുള്ളത് ഒഴിക്കണ്ട, അതിൻ്റെ സ്മെല്ലും ഗുണമൊക്കെ ഒന്ന് കുറയ്ക്കണ്ട. അങ്ങ് വേവിക്കൊന്നും വേണ്ട, മേൽത്തോടൊന്ന് നമുക്ക് കുതിർന്ന് കിട്ടണം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ കൈ വെച്ചൊന്ന് തിരുമ്പി നോക്കൂ, തോടൊക്കെ പെട്ടെന്ന് ഇളകിപ്പോവും. കണ്ടില്ലേ? 1-2 പ്രാവശ്യം നമ്മളിതെങ്ങനെ തിരുമ്പിയിട്ട് അതിൻ്റെ തോലൊക്കെ എടുത്ത് കളഞ്ഞാൽ മതി. എന്നിട്ട് വെള്ളം വാരാനായിട്ട് വെച്ചിട്ട് സ്റ്റോർ ചെയ്തെടുത്ത് വെക്കാം. സിമ്പിളാണ്. ഈ കുഞ്ഞിതൊക്കെ നമുക്ക് കളയാതെ തന്നെ ഉപയോഗിക്കാം. നല്ല മണമൊക്കെയാണ് ഇതിനല്ലേ. അതിൻ്റെ ഗുണം കംപ്ലീറ്റ് പോവാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാം കേട്ടോ. അതിൻ്റെ തലഭാഗം ഒന്നും മുറിച്ചൊന്നും കളയാതെ നമുക്കിതൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കാം. വെള്ളം കംപ്ലീറ്റ് മാറ്റിയിട്ട് ഒരു ബോട്ടിലൊക്കെ ആക്കിയിട്ട് എടുത്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ ചെറിയുള്ളിയും നന്നായി തിരുമ്പി കഴുകിയാൽ മേലത്തെ തോൽഭാഗം ഇങ്ങനെ അടർന്ന് വീണിട്ടുണ്ടാവും കേട്ടോ. അതിൽ അഴുക്കൊക്കെ പോയിട്ട് അതും ഇതേപോലെ 1-2 വെള്ളത്തിൽ കഴുകിയിട്ട് ആ തോലൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് എടുത്ത് വയ്ക്കാം. പിന്നെ ഇതിൻ്റെയും മേലത്തെ ആ കട്ടിയുള്ള ഭാഗമല്ലേ, അതിൻ്റെ സൈഡ് ഭാഗം ഒന്നും കട്ട് ചെയ്ത് കളയണ്ട. ഇതൊക്കെ കറിക്ക് എടുക്കുന്ന സമയത്ത് മാത്രം ചെയ്താൽ മതി. സ്മെല്ലൊക്കെ മാറേണ്ട, അതിൻ്റെ ഗുണത്തോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഉപയോഗിക്കാം. തോല് കളയൽ മാത്രമാണ് നമ്മളെ ടാസ്ക് അല്ലേ. അപ്പോൾ എത്ര എളുപ്പത്തിൽ ഇത് എത്ര വേണമെങ്കിലും നമുക്ക് ഇതേ രീതിയിൽ ക്ലീൻ ചെയ്ത് സ്റ്റോർ ചെയ്തെടുത്ത് വെച്ചാൽ അച്ചാറിടാനും ചിക്കൻ കറിക്കും ബിരിയാണിക്കൊക്കെ പെട്ടെന്ന് തന്നെ എടുത്ത് ചെയ്യാം കേട്ടോ.